Good morning, students. So, this is our second online tutorial sessions on financial accounting. So, let's begin. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ഓൺലൈൻ ട്യൂട്ടോറിയൽ സെഷനിൽ ഞാൻ പഠിപ്പിച്ച പ്രോബ്ലം അത് ആരും സംശയമൊന്നും ഡൗട്ടൊന്നും ആരും ചോദിച്ചില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം ആ കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ ബാക്കിയായിട്ട് പ്രോബ്ലത്തിൻ്റെ അല്ല കുറച്ച് കാര്യങ്ങൾ കൂടി കുറച്ച് ടിപ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇതിൻ്റെ എല്ലാത്തിനും നോട്ട് എഴുതിയെടുത്തോണം. ഇഫ് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് ഈസ് ഫോളോവഡ്, ഓൾ ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഗുഡ്സ് ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. For example, if opening stock and closing stock are given at invoice price and goods sent to branch is given at cost price, then goods sent to branch should be converted to invoice price. അതായത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, ക്വസ്റ്റ്യനകത്ത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനകത്ത് എല്ലാം കാര്യങ്ങളും എല്ലാം കാൽക്കുലേഷനും ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിൽ തന്നെ വേണം ചെയ്യാൻ. എക്സാമ്പിളായിട്ട് നമുക്ക് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമുക്ക് ഇൻവോയ്സ് പ്രൈസിലാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അത് കോസ്റ്റ് പ്രൈസിലാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിനെ നമ്മൾ ഇൻവോയ്സ് പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ കോസ്റ്റ് പ്രൈസിലും കുറച്ച് കാര്യങ്ങളും ഇൻവോയ്സ് പ്രൈസിലും സ്പ്ലിറ്റ് ആയി നമ്മൾ ഒരിക്കലും ആ പ്രോബ്ലം ചെയ്യാൻ പാടില്ല. അടുത്തതായിട്ട് രണ്ടാമത്തെ പോയിന്റ്, ഇഫ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് ഈസ് ഫോളോവഡ്, ഓൾ ദ അക്കൗണ്ട്സ് റിലേറ്റഡ് ടു ഗുഡ്സ് ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതായത് ഇൻവോയ്സ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്. ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ഫോർ ലോഡിങ്സ് ആർ നോട്ട് റിക്വയർഡ്. അതായത് കോസ്റ്റ് പ്രൈസ് മെത്തേഡിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളെങ്കിൽ, അതായത് യാതൊരു തരത്തിലുള്ള പ്രോഫിറ്റിന്റെ കാര്യം എത്ര ശതമാനമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് മെത്തേഡിലാണെങ്കിൽ അപ്പോൾ കംപ്ലീറ്റ് കാൽക്കുലേഷൻ നമ്മൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ തന്നെ ചെയ്യാം. ലാസ്റ്റ് മൂന്നാമത്തെ, ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം അതർ ബ്രാഞ്ചസ് ആർ ഡെബിറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ഗുഡ്സ് സെൻഡ് ടു അതർ ബ്രാഞ്ചസ് ആർ ക്രെഡിറ്റഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ, ബ്രാഞ്ചുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒരു ബ്രാഞ്ചിൽ നിന്ന് സാധനങ്ങൾ നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തുകയാണെങ്കിൽ അന്നേരം ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് അത് ഡെബിറ്റ് സൈഡ് കാണിക്കണം. അതേപോലെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൈമാറുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അന്നേരം ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് വേണം അത് കാണിക്കാൻ. അടുത്തതായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. നരസിംഹം ലിമിറ്റഡ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് മൈസൂർ. ഗുഡ്സ് ആർ സെൻഡ് ടു ഹെഡ് ഓഫീസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് വിച്ച് ഈസ് കോസ്റ്റ് പ്ലസ് 25%. ഇതിനെയാണ് നമ്മൾ ഇൻവോയ്സ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനകത്ത് കൃത്യമായിട്ട് നമുക്ക് കോസ്റ്റ് പ്ലസ് ഇൻവോയ്സ് പ്രൈസിലാണ്. അതിനകത്ത് കോസ്റ്റ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന 25%, 20%, അല്ലെങ്കിൽ 33.3%, അല്ലെങ്കിൽ എത്ര ആയാലും 10%, എത്ര ആയാലും പറഞ്ഞാൽ അങ്ങനെ കോസ്റ്റ് പ്ലസ് 20% അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോണം ആ ക്വസ്റ്റ്യൻ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് നരസിംഹം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മൈസൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ ഗുഡ്സ് ആർ സെൻഡ് ടു ഹെഡ് ഓഫീസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് വിച്ച് ഈസ് കോസ്റ്റ് പ്ലസ് 25%. ഗുഡ്സ് ആർ സെൻഡ് ടു ഹെഡ് ഓഫീസ്, ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലോട്ട് ഗുഡ്സ് സാധനങ്ങൾ കൈമാറുന്നത് കോസ്റ്റ് പ്ലസ് 25%. ഹെഡ് ഓഫീസിൽ നിന്ന് 25% പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണ് ഗുഡ്സ് ഇവിടെ കൈമാറുന്നത്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് രണ്ട് കേസായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ വെൻ ഗുഡ്സ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ്, രണ്ടാമത്തെ വെൻ ഗുഡ്സ് ആർ ഷോൺ അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അതായത് രണ്ട് മെത്തേഡിൽ ചെയ്യണം. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡിലും ചെയ്യണം, രണ്ടാമത്തേത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലും ചെയ്യണം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാൻ നമ്മൾ ഇതുവരെ ചെയ്തത്, ഈ മെത്തേഡിന് തൊട്ട് മുമ്പ് വരെയുള്ള ഇൻവോയ്സ് മെത്തേഡിന് മുമ്പ് വരെയുള്ള മെത്തേഡ് ഏതാണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ നോർമൽ ആയിട്ട് ചെയ്യുക. അപ്പൊ രണ്ട് മെത്തേഡിലൂടെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്ത് കാണിക്കണം. താഴത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാം. ഓപ്പണിംഗ് ബാലൻസ്, സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 11,000. സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 11,000 എന്ന് പറയുമ്പോൾ ഈ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് 11,000 അത് പ്രോഫിറ്റും കൂടിയുണ്ട്. ഡെപ്റ്റേഴ്സ് 1,700, പെറ്റി ക്യാഷ് 100, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ് 20,000.
അതായത് 20,000 റുപ്പീസിനാണ് ഇൻവോയ്സ് പ്രൈസിനാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്, അതിനകത്ത് പ്രോഫിറ്റും കൂടെ ഉൾപ്പെടുന്നു. അടുത്തത് എക്സ്പെൻസ് മെയ്ഡ് ബൈ ഹെഡ് ഓഫീസസ്. റെന്റ് 600, വേജസ് 200, സാലറി 900. അടുത്ത റെമിറ്റൻസ് മെയ്ഡ് ടു ഹെഡ് ഓഫീസ്. അത് റെമിറ്റൻസ് പറഞ്ഞാൽ എന്തെല്ലാം തരത്തിലുള്ള റിട്ടേൺസ് ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്നുണ്ട്, ബ്രാഞ്ച് എന്തെല്ലാമാണ് തിരിച്ച് ഹെഡ് ഓഫീസിന് കൊടുക്കുന്നത്. ഒന്ന് ക്യാഷ് സെയിൽസ് 2650. അടുത്തത് ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 21,000. അടുത്തത് ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, അത് 400. ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും പ്രോഫിറ്റ് ഉണ്ട്, ലോഡിംഗ് ഉണ്ട്. പ്രോഫിറ്റ് എന്ന് വേണ്ട, ലോഡിംഗ് എന്ന് വേണം പറയാൻ. അടുത്ത ബാലൻസ് അറ്റ് ദി എൻഡ്, ക്ലോസിംഗ് ബാലൻസ്. സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, ക്ലോസിംഗ് സ്റ്റോക്കും 13,000, ഡെപ്റ്റേഴ്സ് 2,000, പെറ്റി ക്യാഷ് 25. അപ്പം ആദ്യമായിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗുഡ്സിനകത്ത് ഗുഡ്സിനകത്ത് കംപ്ലീറ്റും എത്രത്തോളം സ്റ്റോക്ക്, എത്രത്തോളം ലോഡിംഗ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിലും ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിലും ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തും, അതേപോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അങ്ങനെ അതിനകത്തും. അപ്പോൾ കംപ്ലീറ്റും ഗുഡ്സിന് എപ്പോഴൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ, അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്കിലും ക്ലോസിംഗ് സ്റ്റോക്കിലും ഒക്കെ ലോഡിംഗ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പം 25% ഓഫ് കോസ്റ്റ് ആണ് പറയുന്നത്, പ്രോഫിറ്റ് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയായിരുന്നു, 1/4 ഓഫ് കോസ്റ്റ് ഈക്വൽ ടു 1/5 ഓഫ് ഇൻവോയ്സ് പ്രൈസ് ആണ് ഇവിടെ വരുന്നത്. അതായത് 25%, 100 രൂപയുടെ സാധനമാണെങ്കിൽ അത് 25% കോസ്റ്റ് എന്ന് 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 125 രൂപ. അപ്പം 100ന്റെ അതായത് 25 × 5 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് 125 ലഭിക്കുന്നത്. അപ്പം 1/5 ഭാഗം, അതായത് 1/5 പ്രോഫിറ്റ്. അതേപോലെ തന്നെ 25% ഓഫ് കോസ്റ്റ്, അതല്ലെങ്കിൽ 25% പ്രോഫിറ്റ് തരുമ്പോൾ 100ന്റെ ഒരു അംശം, ഒരു യൂണിറ്റ് ആണ് ലാഭമായിട്ട് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ആദ്യത്തെ പറയുവാണെങ്കിൽ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് 11,000 ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 11,000 ഇൻവോയ്സ് പ്രൈസ് ആണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോഡിങ്ങും ഉണ്ടാകും. അപ്പം 11,000 1/5 2,200. അപ്പം 11,000 റുപ്പീസിന് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ 2,200 പ്രോഫിറ്റ്. ഇതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 13,000 ആണ്. 13,000 1/5 അത് 2,600. അപ്പം 13,000ൽ 2,600 ആണ് പ്രോഫിറ്റ്. അടുത്തത് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 20,000 ഗുഡ്സ് ബ്രാഞ്ചിലോട്ട് സെൻഡ് ചെയ്യുന്നു. അതിൽ 4,000 റുപ്പീസിന്റെ പ്രോഫിറ്റും കൂടി ഉൾപ്പെടുന്നു. അപ്പൊ ലാസ്റ്റ് ലോഡിംഗ് ഇൻ ഗുഡ്സ് റിട്ടേൺ ചെയ്ത് ഹെഡ് ഓഫീസിന് ഗുഡ്സ് റിട്ടേൺ ചെയ്തതിൽ 400 റുപ്പീസിന് ഗുഡ്സ് റിട്ടേൺ ചെയ്തു. പക്ഷെ അത് റിട്ടേൺ ചെയ്തത് 400 ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റിലാണ് പിന്നെയും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ 400ൽ 80 റുപ്പീസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസിൽ വരാം. ആദ്യത്തെ കേസ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് വെൻ ഗുഡ്സ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ്, അതായത് കോസ്റ്റ് പ്രൈസിലാണ് സാധനങ്ങൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലോട്ട് കൈമാറുന്നതെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വരും. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് എല്ലാമായിട്ട് ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയാലും ക്ലോസിംഗ് സ്റ്റോക്ക് ആയാലും ഗുഡ്സ് റിട്ടേൺഡ് ടു ബ്രാഞ്ച് അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇതെല്ലാം ഇൻവോയ്സ് പ്രൈസിലാണ് തന്നത്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു എല്ലാത്തിന്റെയും ലോഡിങ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ഈ ലോഡിങ് എന്ന് പറഞ്ഞ പ്രോഫിറ്റ് എല്ലാം ഈ ഗുഡ്സിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഈ ലോഡിങ് അതായത് ഈ പ്രോഫിറ്റ് കംപ്ലീറ്റും ഈ ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം ഗുഡ്സിന്റെ വാല്യൂ കോസ്റ്റ് പ്രൈസിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ആകും. അത്രയും മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഡെബിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് മൈസൂർ ബ്രാഞ്ച് അക്കൗണ്ട് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 11,000 ആയിരുന്നു ഇൻവോയ്സ് പ്രൈസ്. പക്ഷെ അതിൽ 2,200 പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമ്മൾ കുറച്ച് കഴിയുമ്പം അത് കോസ്റ്റ് പ്രൈസിലോട്ട് മാറും, അതായത് 8,800. അടുത്തത് ഡെപ്റ്റേഴ്സിന് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് നമുക്ക് തരുമായിരുന്നു 1,700. പെറ്റി ക്യാഷ് 100. അടുത്ത ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 20,000 ആയിരുന്നു ഇൻവോയ്സ് പ്രൈസ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ലോഡിങ് കുറയ്ക്കുന്നു, അതായത് പ്രോഫിറ്റ് കുറയ്ക്കുന്നു, 4,000 കുറയ്ക്കുന്നു, നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി 16,000. അടുത്തത് ടു ബാങ്ക് എന്തെല്ലാം എക്സ്പെൻസുകളാണ് ഹെഡ് ഓഫീസ് വഹിക്കുന്നത്. റെന്റ് 600, വേജസ് 200, സാലറീസ് 900. അപ്പൊ ടോട്ടൽ 1,700. അടുത്ത് ക്രെഡിറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള റിട്ടേൺ ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബൈ ക്യാഷ് സെയിൽസ് ആയിട്ട് 2,650, ഡെപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്നത് 21,000. അപ്പൊ ടോട്ടൽ ക്യാഷ് 23,650 ആണ് ഇവിടെ ലഭിക്കുന്നത്. അടുത്തത് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് റിട്ടേൺ ചെയ്യുന്ന എൻട്രി.
റിട്ടേൺ ചെയ്യും. അപ്പോൾ 400 റുപ്പീസിന്റെ ഗുഡ്സ് ബ്രാഞ്ച് നേരെ ഹെഡ് ഓഫീസിൽ തിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നു. പക്ഷെ അത് 400 എന്ന് പറഞ്ഞ ഇൻവോയ്സ് പ്രൈസ്, അതിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് കുറയ്ക്കണം. 80 റുപ്പീസ് ആയിരുന്നു പ്രോഫിറ്റ്, 320. അടുത്ത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ക്ലോസിംഗ് സ്റ്റോക്ക് 13,000 ആയിരുന്നു ക്ലോസിംഗ് സ്റ്റോക്ക്, അതിൽ 2,600 ക്ലോസിംഗ് ബാലൻസ്. 2,600 എന്ന് പറഞ്ഞാൽ ലോഡിംഗ് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ്. അപ്പം 10,400 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ, കോസ്റ്റ് പ്രൈസ്. ഡെപ്റ്റേഴ്സ് 2,000, പെറ്റി ക്യാഷ് 25. ടോട്ടൽ വരുന്നത് 36,395. കംപ്ലീറ്റ് ഡെബിറ്റ് സൈഡ് കുറയ്ക്കാൻ, നമുക്ക് ഡെബിറ്റ് സൈഡാണ് കുറവ്. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 8,095 റുപ്പീസ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ കിട്ടുന്നത്. അപ്പം ഇതായിരുന്നു ഫസ്റ്റ് മെത്തേഡ്, വെൻ ഗുഡ്സ് ആർ ഷോൺ അറ്റ് കോസ്റ്റ് പ്രൈസ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് വെൻ ഗുഡ്സ് ആർ ഷോൺ അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പം രണ്ടാമത്തെ മെത്തേഡ്, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ചെയ്ത് കഴിഞ്ഞ ഓൺലൈൻ സെഷനിൽ ചെയ്ത കണക്ക് പോലെ തന്നെ അതേ സെയിം പോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിട്ടും അഡ്ജസ്റ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. ലോഡിങ്ങും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാൻ. അതിന് ലോഡിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും ഉണ്ട്, അത് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഞാൻ ആൻസർ ആദ്യമേ പറഞ്ഞേക്കാം. കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഇൻവോയ്സ് പ്രൈസിലാണെങ്കിലും 8,095 തന്നെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ആ ബ്രാഞ്ചിന് പ്രോഫിറ്റ് 8,095 തന്നെയാണ്, അതിന് മാറ്റം വരത്തില്ല. അപ്പം എന്തെങ്കിലും ആ ബ്രാഞ്ച് രണ്ടാമത്തെ മെത്തേഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അത് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ, അത് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഡൗട്ട് തീർത്തോണം ചോദിച്ച്. അടുത്തതായിട്ട് അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. സൂര്യ ആൻഡ് സൺസ് ഹാസ് എ ബ്രാഞ്ച് അറ്റ് ഡൽഹി. ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. നേരത്തെ പോലെ തന്നെ സൂര്യ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അവർക്ക് ഡൽഹിയിൽ ഒരു സ്വന്തമായിട്ട് ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിലോട്ട് ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. കോസ്റ്റ് പ്ലസ് 25% എന്ന് ഉറപ്പിക്കാം. ഇത് ഇൻവോയ്സ് മെത്തേഡ് തന്നെ ചെയ്യണം. അപ്പം ഗുഡ്സ് നമ്മൾ 25% പ്രോഫിറ്റോട് കൂടി ചേർത്ത് ഇവിടെ ബ്രാഞ്ചിലോട്ട് നമ്മൾ അയക്കുന്നു. ഓൾ എക്സ്പെൻസ് എക്സെപ്റ്റ് പെറ്റി എക്സ്പെൻസ് ആർ സ്പെൻഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അതായത് കംപ്ലീറ്റ് ആ ബ്രാഞ്ചിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് എക്സ്പെൻസുകളും എല്ലാം അതും കംപ്ലീറ്റ് ആയിട്ടും വഹിക്കുന്നത് ഹെഡ് ഓഫീസ് തന്നെയാണ്. എല്ലാം എക്സ്പെൻസുകളും അതേപോലെ അതിൽ നിന്ന് പെറ്റി എക്സ്പെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എക്സ്പെൻസും ഹെഡ് ഓഫീസ് തന്നെയാണ് അവിടെ മീറ്റ് ചെയ്യുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം ഈസ് ഇൻ ഓപ്പറേഷൻ ഫോർ പെറ്റി ക്യാഷ്. ഇംപ്രസ്ഡ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇംപ്രസ്ഡ് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ ഇംപ്രസ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം എമൗണ്ട് ആയിരിക്കും. ഇംപ്രസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എമൗണ്ട്, ഓപ്പണിംഗും ക്ലോസിംഗും പെറ്റി ക്യാഷിന്റെ സെയിം എമൗണ്ടേ നമുക്കിവിടെ വരത്തുള്ളൂ. അടുത്തതായിട്ട് ഇനി ക്വസ്റ്റിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് 1st January 2017. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000, ഡെപ്റ്റേഴ്സ് 6,000, പെറ്റി ക്യാഷ് 400, ഫർണിച്ചർ 12,000. ഡയറക്റ്റ് പർച്ചേസസ് ഫ്രം ലോക്കൽ മാർക്കറ്റ് 1st January 2017 10,000. ഡയറക്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് തന്നെ സ്വയം പുറത്തുനിന്നുള്ള ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അവർ മേടിക്കുന്ന ഗുഡ്സ് കംപ്ലീറ്റ് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നാണ്, അല്ലാതെ ഹെഡ് ഓഫീസ് അല്ല ഇവിടുന്ന് കംപ്ലീറ്റും 10,000 രൂപയുടെ സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. തേർഡ് പാർട്ടിയിൽ നിന്ന് മേടിക്കുന്നതായതുകൊണ്ട് തന്നെ ആ 10,000 ഗുഡ്സിന്റെ മേൽ യാതൊരു തരത്തിലുള്ള ലോഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്ത ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000, സെയിൽസ് റിട്ടേൺ 2,000, അലവൻസ് ഗിവൻ ടു കസ്റ്റമർ 200, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് 100, ക്യാഷ് സെയിൽസ് 6,000, ക്രെഡിറ്റ് സെയിൽസ് 30,000, എക്സ്പെൻസ് ഓഫ് ബ്രാഞ്ചസ് എന്തെല്ലാം, സാലറീസ് 2,000, റെന്റ് 9 months 1,800. അപ്പം 9 monthsന്റെ റെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം 3 മാസത്തെ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അവിടെ വരുന്നുണ്ട്. പെറ്റി എക്സ്പെൻസസ് 240. അടുത്ത ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ബ്രാഞ്ച് മാനേജർ 1st October 2017 6,000. അടുത്ത ക്യാഷ് പെയ്ഡ് ടു ഹെഡ് ഓഫീസ് 32,000. സ്റ്റോക്ക് ആസ് ഓൺ 31st December 2017 6,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 32,000. ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം അലഹബാദ് ബ്രാഞ്ച്
20,000. Goods transferred to Lucknow branch 10,000. Inter branchും വരുന്നുണ്ട് ഇവിടെ. Direct purchases 31st December 2017 12,000. Depreciate furniture at 10%. ഡയറക്റ്റ് പർച്ചേസ് നമുക്ക് ഓപ്പണിംഗും തന്നിട്ടുണ്ട്, ക്ലോസിംഗും തന്നിട്ടുണ്ട്. ഡയറക്റ്റ് പർച്ചേസിനകത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യമില്ല. നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിനകത്ത് അതേപോലെ ഓപ്പണിംഗും ക്ലോസിംഗും ആയിട്ട് കാണിച്ചാൽ മാത്രം മതി. ലോഡിംഗ് ഒരു കാരണവശാലും ഡയറക്റ്റ് പർച്ചേസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് തേർഡ് പാർട്ടിയിൽ നിന്നാണ് ബ്രാഞ്ചുകൾ ഗുഡ്സ് മേടിക്കുന്നത്. ഹെഡ് ഓഫീസിന് യാതൊരു ഇതുമായിട്ട് ബന്ധം വരുന്നില്ല. ഇപ്പൊ ക്വസ്റ്റിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഡെപ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും അതുപോലെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഇത് മൂന്നും ഇതിൽ ഒരു ഐറ്റം മിസ്സിംഗ് ആണ്. നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ്. അപ്പം ഇതിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷും റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സും ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 6,000. അടുത്തത് ടു ക്രെഡിറ്റ് സെയിൽ 30,000. ഇപ്പുറത്ത് ക്രെഡിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് 32,000. ബാഡ് ഡെപ്റ്റ് 100. ബൈ റിട്ടേൺസ് സെയിൽസ് റിട്ടേൺ 2,000. ബൈ അലവൻസ്, അതായത് കസ്റ്റമറിന് കൊടുക്കുന്ന അലവൻസ് 200. ടോട്ടൽ വരുന്ന 36,000. ബാലൻസിങ് ഫിഗർ 1,700. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. ഇതിനകത്ത് കുറച്ച് ഐറ്റംസ് ഞാൻ വീണ്ടും പറയുന്നു, മെമ്മോറാണ്ടം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനകത്ത് ഡെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാത്രം കാര്യങ്ങളെ രേഖപ്പെടുത്താവുള്ളൂ. ഒരിക്കലും ക്യാഷ് സെയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വേറെ ഓരോ ഐറ്റവും ലോഡിങ്ങോ ഒന്നും നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്താൻ പാടില്ല. ഡെപ്റ്റേഴ്സുമായിട്ട് സെയിൽസ് റിട്ടേണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡോ ഈ പറഞ്ഞിരിക്കുന്ന ബാഡ് ഡെപ്റ്റോ അങ്ങനെ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് രേഖപ്പെടുത്താൻ പാടുള്ളൂ. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഫർണിച്ചറിന്റെ തന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഫിക്സഡ് അസറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് വാല്യൂ നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് വാല്യൂ ഓഫ് ഫർണിച്ചർ. ഓപ്പണിംഗ് വാല്യൂ ഓഫ് ഫർണിച്ചർ നമുക്ക് 12,000 നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒക്ടോബർ 1-ാം തീയതി ആയപ്പോൾ ബ്രാഞ്ച് മാനേജർ തന്നെ സ്വയം ആ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് 6,000 രൂപയുടെ ഫർണിച്ചർ എക്സ്ട്രാ മേടിക്കുന്നു. അപ്പം ടോട്ടൽ ഫർണിച്ചർ അപ്പോൾ എത്ര വരും? അഡീഷണൽ ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 1st October 2017 6,000. അപ്പൊ ടോട്ടൽ ഫർണിച്ചർ അവിടെ 18,000 ഫർണിച്ചർ അവിടെ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട് 10% ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുമ്പം ഡിപ്രീസിയേഷൻ നമ്മൾ കുറച്ച് കാണിക്കണം. 12,000 10% എന്ന് പറയുമ്പോൾ 1,200. അതേപോലെ 6,000 രൂപയുടെ ഫർണിച്ചർ ഒക്ടോബർ 1-ാം തീയതി മേടിക്കുന്നത്, അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസം. 6,000 10% എന്ന് പറയുന്നതാണ് 600. അത് ഒരു വർഷത്തേക്കാണ്, പക്ഷെ 3 മാസത്തേക്ക് മാത്രം നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്താൽ മതി. അതായത് ഒക്ടോബറിലാണ് മേടിക്കുന്നത്, അപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസം നമ്മൾ ആ ഫർണിച്ചർ ഉപയോഗിക്കുന്നത്. അപ്പൊ 3 മാസത്തെ മാത്രം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പൊ 600 × 3/12 അപ്പൊ നമുക്ക് 150 വരും. അപ്പൊ മൊത്തം ഡിപ്രീസിയേഷൻ എത്ര ചാർജ് ഉണ്ട്? 1,350. അപ്പൊ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിയുമ്പോൾ 16,650. ഇത്രയാണ് ഫർണിച്ചറിന്റെ ക്ലോസിംഗ് വാല്യൂ ആയിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുന്നത് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 9 മാസത്തെ റെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം റെന്റ് പെയ്ഡ് ഓൺലി 9 months, 9 മാസത്തെ മാത്രമേ റെന്റ് കൊടുത്തിട്ടുള്ളൂ. 3 month റെന്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് 3 മാസത്തെ റെന്റ് ഉണ്ട്. 9 മാസം നമ്മൾ കൊടുത്തത് 1,800 ആയിരുന്നു റെന്റ് കൊടുത്തത്. അപ്പൊ 9 മാസം. അപ്പോൾ ഒരു മാസത്തെ റെന്റ് അവിടെ എത്ര കൊടുക്കുന്നത്? 200 ആണ്. 1,800 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 200 ആണ് ഒരു മാസത്തെ റെന്റ്. അപ്പോൾ 9 മാസത്തെ കൊടുത്ത് 3 മാസം ഇനിയും കൊടുക്കാനുണ്ട്. അപ്പൊ 200 × 3 600 rupees ആണ് ഇനി കൊടുക്കാനുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അടുത്ത ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ലോഡിംഗ് ആണ്. മൊത്തത്തിൽ എത്ര രൂപയുടെ ലോഡിങ്സ് മൊത്തത്തിൽ ഉണ്ടാകുന്നുണ്ട്? അപ്പൊ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് 25% ആണ് കോസ്റ്റിന്റെ കൂടെ നമ്മൾ ലോഡിംഗ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 25% എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്താൽ പറഞ്ഞായിരുന്നു 1/4 ഓഫ് കോസ്റ്റ് ഈക്വൽ ടു 1/5 ഓഫ് ഇൻവോയ്സ് പ്രൈസ്. 25 എന്ന് പറയുമ്പോഴത്തെ 25% എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് 125 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം
1/5 ആണ്, 1/5 ഭാഗമാണ് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ കണക്കാക്കുന്നത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ആദ്യം തന്നെ ലോഡിംഗ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉണ്ടാകുന്ന ലോഡിംഗ് 10,000 റുപ്പീസ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിന്റെ 1/5 2,000 ആണ്. അപ്പൊ 10,000 റുപ്പീസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ 2,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുന്നത്. അടുത്തത് ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 6,000 റുപ്പീസിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ 1/5 അതായത് 1,200. അപ്പം 6,000 റുപ്പീസിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിൽ 1,200 റുപ്പീസിന്റെ പ്രോഫിറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അടുത്തതായിട്ട് ലോഡിംഗ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 60,000 എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000 ആണ് ഉള്ളത്. അതിന്റെ കൂട്ടത്തിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു ഒരു അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് സാധനങ്ങൾ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം അലഹബാദ് ബ്രാഞ്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തിക്കുന്നു. അത് 20,000 റുപ്പീസിന് ഗുഡ്സ് ആണ് സാധനം അവിടെ എത്തിക്കുന്നത്. അപ്പം ഹെഡ് ഓഫീസിൽ നിന്ന് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിലോട്ട് 40,000 റുപ്പീസിന് ഗുഡ്സ് എത്തുന്നു. അതിന് കൂടാതെ അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ 20,000 റുപ്പീസ് സാധനങ്ങൾ എത്തുന്നു. അപ്പൊ ടോട്ടൽ നമ്മുടെ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തുന്നത് 60,000 റുപ്പീസിന് സാധനങ്ങളാണ് നമുക്ക് എത്തുന്നത്. അപ്പം ഈ 60,000 റുപ്പീസിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഇൻവോയ്സ് പ്രൈസിലാണ് സാധനങ്ങൾ എത്തുന്നത്. അപ്പം 60,000 1/5 അതായത് 12,000, അതായത് 60,000 റുപ്പീസിന്റെ ഗുഡ്സ് നമ്മുടെ ബ്രാഞ്ചിലോട്ട് എത്തിയെങ്കിൽ അതിൽ 12,000 റുപ്പീസിന്റെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അടുത്തത് ലോഡിംഗ് ഇൻ ഗുഡ്സ് ട്രാൻസ്ഫേർഡ് ടു ലക്നൗ ബ്രാഞ്ച് ഇന്റർ ബ്രാഞ്ചാണ്. അതായത് ലക്നൗ ബ്രാഞ്ചിലോട്ട് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് അയക്കുന്നു. അതും ഇൻവോയ്സ് പ്രൈസിലാണ് സാധനങ്ങൾ അയക്കുന്നത്. അപ്പൊ 10,000 റുപ്പീസിന് സാധനങ്ങളാണ് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ലക്നൗ ബ്രാഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അതിൽ 2,000 റുപ്പീസിന്റെ പ്രോഫിറ്റും ഉണ്ട്. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് വരാം. ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് പേര് എഴുതണം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി ഡെബിറ്റ് സൈഡ് നോക്കിയാൽ ടു ബാലൻസ് ബ്രോട്ട് ആണ്. ഓപ്പണിംഗ് ബാലൻസ് വരുന്ന എന്തെല്ലാമാണ്? സ്റ്റോക്ക് 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് 6,000, പെറ്റി ക്യാഷ് 400. ഇംപ്രസ് സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെറ്റി ക്യാഷ് 400 ആണെങ്കിൽ ഉറപ്പായിട്ടും ക്ലോസിംഗ് ബാലൻസ് ഓഫ് പെറ്റി ക്യാഷും 400 തന്നെ എഴുതാവുള്ളൂ, ഇംപ്രസ് സിസ്റ്റം ആയതുകൊണ്ട്. ഫർണിച്ചർ 12,000, ഡയറക്റ്റ് പർച്ചേസസ് 10,000. ഡയറക്റ്റ് പർച്ചേസ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കാണിക്കണം, അത് ഒഴിവാക്കാൻ പാടില്ല. അതിന് ലോഡിങ് മാത്രമേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അത് ഉറപ്പായിട്ട് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിലും ക്ലോസിംഗ് ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടിലും നമ്മളത് കാണിക്കുക തന്നെ വേണം. അടുത്തത് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 40,000 പ്ലസ് 20,000 60,000. ഇത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 40,000 ഗുഡ്സ് ഹെഡ് ഓഫീസിൽ നിന്ന് ഡൽഹി ബ്രാഞ്ചിലോട്ട് എത്തുന്നു. 20,000 ഗുഡ്സ് നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് ട്രാൻസ്ഫേർഡ് ഫ്രം അലഹബാദ് ബ്രാഞ്ച് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് ഡൽഹി ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ എത്തുന്നു. അപ്പം മൊത്തം ടോട്ടൽ ഡൽഹി ബ്രാഞ്ചിലോട്ട് സാധനം എത്തിയത് 60,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് ബ്രാഞ്ചിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടോട്ടൽ അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അടുത്തത് ടു ക്യാഷ് ഹെഡ് ഓഫീസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൻസ് എന്തെല്ലാം വഹിച്ചിട്ടുണ്ട്? സാലറി 2,000, റെന്റ് 1,800, പെറ്റി ക്യാഷ് 240, ടോട്ടൽ 4,040. അടുത്തത് നമ്മളിനി ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് സൈഡ് നോക്കാം. ലോഡിങ്ങിന് നമുക്ക് പിന്നീട് പറയാം. ബൈ ക്യാഷ് സെയിലായിട്ട് 6,000, ആഡ് റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് 32,000. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടിയത് റെസിപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്നത് 38,000 റുപ്പീസിന് നമുക്ക് കംപ്ലീറ്റും കച്ചവടം നടന്നിട്ടുണ്ട്. അതിൽ പക്ഷെ 38,000 റുപ്പീസ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു ഫർണിച്ചർ അഡീഷണൽ ആയിട്ട് ബ്രാഞ്ച് മാനേജറാണ് മേടിച്ചത്. അത് ശരിക്കും ഹെഡ് ഓഫീസാണ് പർച്ചേസ് ചെയ്ത് കൊടുക്കേണ്ടതെങ്കിൽ ബ്രാഞ്ച് മാനേജർ മേടിച്ചുകൊണ്ട് ബ്രാഞ്ച് മാനേജറിന്റെ പേയ്മെന്റ് നമ്മൾ തിരിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. അത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് മാനേജർ നമുക്ക് ഹെഡ് ഓഫീസിലോട്ട് ക്യാഷ് കൈമാറുന്ന സമയത്ത് ബ്രാഞ്ച് മാനേജർ കംപ്ലീറ്റ് വഹിച്ച എക്സ്പെൻസുകളെല്ലാം കുറച്ചതിന് ശേഷം മാത്രമേ ഹെഡ് ഓഫീസിലോട്ട് ബാക്കി വരുന്ന അമൗണ്ട് കൈമാറത്തുള്ളൂ. അപ്പം അതിൽ പേയ്മെന്റ് ടുവേർഡ്സ് ഫർണിച്ചർ 6,000 റുപ്പീസിന് പേയ്മെന്റ് കൊടുത്തത് ബ്രാഞ്ച് മാനേജറാണ്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ച് മാനേജർ ആ 6,000 റുപ്പീസ് കുറച്ചിട്ടേ ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ, അതായത് 32,000 റുപ്പീസ് മാത്രമേ ഇവിടെ ഹെഡ് ഓഫീസിലോട്ട് കൈമാറത്തുള്ളൂ. ഇനി നമ്മൾ ലോഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ ലോഡിംഗ് ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആയിരുന്നു. അപ്പോൾ അതിന്റെ ലോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് 2,000 റുപ്പീസ്.
അപ്പം എൻട്രി എന്ന് പറയുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് 2000. അടുത്തതായിട്ട് ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 12,000 കംപ്ലീറ്റ് ആയിട്ട്. അതായത് 12,000 റുപ്പീസിന്റെ ഗുഡ്സ് ആണ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും എന്തു പറയാ എത്തിച്ചേരുന്നത്. അതായത് 60,000 റുപ്പീസിന് ഗുഡ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്രാഞ്ചിലോട്ട് എത്തിച്ചേർന്നത്. അതിൽ 12,000 റുപ്പീസിന് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എൻട്രി എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പൊ ലോഡിംഗ് ഉണ്ട്. അപ്പൊ ഈ ലോഡിങ്ങിന് എൻട്രി എന്ന് പറയുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, അത് 12,000. അതുപോലെ തന്നെ ലഖ്നൗ ബ്രാഞ്ചിലോട്ട് നമ്മൾ സാധനങ്ങൾ അങ്ങോട്ട് അയച്ചപ്പം ലഖ്നൌവിലുള്ള ബ്രാഞ്ചിലോട്ട് അയച്ചപ്പം അതിനകത്തും ലോഡിംഗ് ഉണ്ട്. ആ ലോഡിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ നടത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ നടക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ചിലോട്ടാണ് സാധനങ്ങൾ എത്തുന്നതെങ്കിൽ അത് ഡെബിറ്റ് കൊടുക്കുകയും നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലോട്ടാണ് സാധനങ്ങൾ പോകുന്നതെങ്കിൽ അവിടുത്തെ ക്രെഡിറ്റ് കൊടുക്കുകയും വേണം. അതാണ് ഇവിടെ കാണിക്കുന്നത്. ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലഖ്നൗ. അതായത് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന്, ഡൽഹി ബ്രാഞ്ചിൽ നിന്നാണ് ലഖ്നൗ ബ്രാഞ്ചിലോട്ട് സാധനങ്ങൾ അയക്കുന്നത്. അപ്പം അത് 10,000 റുപ്പീസ്. അതുപോലെ തന്നെ ഇവിടെ അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡ് അലഹബാദ് ബ്രാഞ്ചിൽ നിന്ന് 20,000 റുപ്പീസിന് ഗുഡ്സ് കിട്ടിയതായിട്ട് അത് നമ്മളിവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞ ടോട്ടൽ ആയിട്ടാണ് നമ്മളവിടെ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് ഡെബിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ലോഡിംഗ് ലഖ്നൗ 2,000. അത് ലഖ്നൌവിലോട്ട് അയച്ചത് 10,000 റുപ്പീസിന് ഗുഡ്സിൽ 2,000 റുപ്പീസിന് ഗുഡ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. തന്നിരിക്കുന്ന ആ 4 എൻട്രിയിൽ ആ 4ാമത്തെ എൻട്രിയാണ് പറയുന്നത്. ഇത് റിട്ടേൺ ചെയ്യുന്നതായിട്ട് നമ്മുടെ ബ്രാഞ്ചിൽ നിന്നാണ് സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് റിട്ടേൺ ആയിട്ട് കണക്കാക്കിയാണ് നമ്മൾ ആ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എത്ര 6,000 ആണ്. 6,000 റുപ്പീസിന് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ ലോഡിംഗ് എന്ന് പറയുന്നത് അതിന്റെ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ് ലോഡിംഗ് 1,200 ഉണ്ട്. 6,000ൽ 1,200ന്റെ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ലൈബിലിറ്റി ഉണ്ട്. നമുക്ക് റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന 600. അത് പക്ഷെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് വേണം കാണിക്കാൻ. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടാണ് കാണിക്കേണ്ടത്. റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 600. ഇനി ലാസ്റ്റ് ക്രെഡിറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ ഓപ്പണിംഗ് പോലെ തന്നെ ക്ലോസിംഗും ഉണ്ട്. സ്റ്റോക്ക് 6,000, ക്ലോസിംഗ് സ്റ്റോക്ക് 6,000, ഡെപ്റ്റേഴ്സ് 1,700. നമ്മളത് കണ്ടുപിടിച്ചിരുന്ന മെമ്മോറാൻഡം ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിലൂടെ. പെറ്റി ക്യാഷ് 400. കാരണം ഇംപ്രസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും സെയിം എമൗണ്ട് തന്നെ വരത്തുള്ളൂ. ഫർണിച്ചർ 16,650. ഇത് നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്ത് കണ്ടുപിടിച്ചായിരുന്നു. ഡയറക്റ്റ് പർച്ചേസസ് 12,000. ഒരു അഡ്ജസ്റ്റ്മെന്റും ഇതിന്റെ ഓപ്പണിംഗിനകത്തും വേണ്ട, ക്ലോസിംഗിനകത്തും വേണ്ട. കാരണം ഒന്നുകൂടെ പറയാം, ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് പർച്ചേസ് വന്നാൽ അത് അതേപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. അവിടെ ലോഡിങ്ങിന്റെ യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കംപ്ലീറ്റും ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്നത് നമുക്ക് 1,06,240. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിന് ലോസ് ആണ് ഉണ്ടാകുന്നത്. ലോസ് 13,490 റുപ്പീസിന് ലോസ് ആണ് ബ്രാഞ്ചിന് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് പ്രോബ്ലത്തിൽ ചെയ്യാൻ. അപ്പം ഇതുവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കണം. ഇന്ന് കഴിഞ്ഞ സെഷനിലും എടുത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം, അതായത് ഇന്നത്തെ പ്രോബ്ലം എല്ലാം ചെയ്ത് നോക്കണം. കംപ്ലീറ്റ് ആയിട്ട് നോട്ട് എഴുതി ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. അതേപോലെ തന്നെ ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഈ മെത്തേഡുമായിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ അടുത്ത മെത്തേഡിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇന്ന് തന്നിരിക്കുന്ന ഹോംവർക്ക്, അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള പ്രോബ്ലത്തിൽ ചെയ്ത 2 മെത്തേഡ് കോസ്റ്റ് പ്രൈസിലും ഇൻവോയ്സ് പ്രൈസിലുമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കോസ്റ്റ് പ്രൈസ് ഇപ്പം ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. കാരണം എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക തന്നെ വേണം. കാരണം ഇപ്പം നമുക്കറിയാം ഓൺലൈനിലേ നടക്കത്തുള്ളൂ. അപ്പോൾ അത് കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റും ചോദിച്ച് ആ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് വേണം പോകാൻ. അപ്പം ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ആരും ഒരു ഡൗട്ട് ചോദിച്ചിട്ടില്ല, എല്ലാം മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ചെയ്യുകയും വേണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയും വേണം. എല്ലാവരും അവനവൻ്റെ ഫീഡ്ബാക്ക് തരികയും വേണം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കംപ്ലീറ്റ് നമ്മൾ ആ ബ്രാഞ്ച് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എൻട്രീസും നിങ്ങൾ പഠിച്ചോണം. അതേപോലെ ഞാൻ ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കുറച്ച് പോയിന്റ്സ് ക്ലാസ് സമയത്ത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പം നടക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അതെല്ലാം എഴുതി അത് കൃത്യമായിട്ട് നോക്കിക്കോണം. കാരണം അത് ജസ്റ്റ് നിങ്ങൾ ചുമ്മാ കളയരുത്. ഇത് വെറുതെ ചുമ്മാ നോക്കി റഫായിട്ട് നോക്കരുത്. കൃത്യമായിട്ട് നോക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിയാൽ നമുക്ക് വരുന്ന പ്രോബ്ലം, ഇനി മുമ്പോട്ടുള്ള പ്രോബ്ലം ആയാലും നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം. ഓക്കെ.